കവിത അതീതൻ എന്നാണ് കവിതയുടെ പേര്. ഗുരുജിക്ക് സമർപ്പിക്കുന്നു. ടീച്ചറമ്മ ചെങ്ങിന്നു. ഈശ്വരനേക്കാൾ അതീതൻ ഗുരുവെന്ന സത്യമെന്നുള്ളത്തിൽ വേരുറച്ചു. ഈശ്വര കോപമകറ്റാൻ കെൽപ്പുണ്ട് ഗുരുവിന്, ഗുരുശാപമകറ്റാൻ കഴിയില്ല ഈശ്വരനെ. ഗുരുനിന്ദ ചെയ്യുന്ന ജനത്തിന് ശിക്ഷയോ ഉമിത്തിയിലിട്ടു നീറ്റുന്നതെത്രേ. ആകയാൽ മാലോകരെ നിങ്ങളെല്ലാം ഗുരുശാപ ഗുരുനിന്ദ ചെയ്തിടല്ലേ. കറുകയുടെ നെറുകയിലെ മഞ്ഞിൻ കണങ്ങളിൽ തങ്ങി നിൽപ്പൂ നിൻ മായാവിലാസങ്ങൾ. തീരത്തെ പുൽകുന്ന തിരമാലയെന്നു പോൽ നമിക്കുന്നു ഞാൻ നിൻ പാദാരവിന്ദങ്ങളിൽ. പ്രസാദം വദനത്തിങ്കിൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. വിശേഷണ വിശേഷ്യങ്ങളെല്ലാം ഗുരുവിന് ക്ഷീരവും ജലവും പോൽ, ശൂന്യവും സുഗന്ധവും പോൽ വിളങ്ങിടട്ടെ. ഈശ്വരനേക്കാൾ അതീതനാണ് ഗുരുവെന്ന സങ്കല്പമാണ് ഈ കാവ്യത്തിലുള്ളത്. ഈശ്വര കോപത്തെ അകറ്റാൻ ഗുരുവിന് സാധിക്കും. എന്നാൽ ഗുരു നിന്ന, ഗുരുശാപം ഒരിക്കലും അത് അകറ്റാൻ ഈശ്വരന് സാധിക്കുകയില്ല. ഗുരു നിന്ന ചെയ്യുന്ന ഏതൊരു ശിഷ്യനെയോ മറ്റുള്ള ഏതൊരാളിനെയോ അവൻ്റെ ഏറ്റവും ക്രൂരമായ ശിക്ഷ എന്ന് പറയുന്നത് ഉമത്തിയിലിട്ട് നീറ്റുക എന്നതാണ്. അതുപോലെ തന്നെ പ്രസാദം വദനത്തിലും, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർന്നുള്ള ഏതൊരു വ്യക്തിയാണോ അവനാണ് യഥാർത്ഥ പുരുഷോത്തമൻ. അതെല്ലാം തന്നെ എൻ്റെ ഗുരുവിലുണ്ട് എന്നുള്ള ആ ആത്മതത്വം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.